NDA പരീക്ഷയ്ക്ക് മാത്സിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി 3D ഡയമെൻഷൻ എന്ന പാഠത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പല പ്രാവശ്യം പല പരീക്ഷയ്ക്കും പോലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, NDAക്കാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ x-1/2 is equal to y-2/3 is equal to z-1/4 and x+2/7 is equal to y-2/8 is equal to z+2 is. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എളുപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസറിലെല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് അത്രയും ജോലി കുറഞ്ഞു കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ആരെ കണ്ടുപിടിച്ചാൽ മതി? ന്യൂമറേറ്റർ കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ ഞാൻ മെത്തേഡ് ഒന്ന് പറയാം. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻ ഈസ് ഈക്വൽ ടു a2 minus a1 dot b1 cross b2 whole divided by modulus of b1 cross b2. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മോഡുലസ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാത്ത ആരാണ്? ഈ മാഗ്നിറ്റ്യൂഡ് b1 ക്രോസ് b2 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? എല്ലാം ഒന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട കാര്യമില്ല അല്ലേ. b1 ക്രോസ് b2 കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a² പ്ലസ് b² പ്ലസ് c² അല്ലേ. ഐയുടെ സ്ക്വയർ ബിയുടെ സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് b1 ക്രോസ് b2 എന്ന് പറഞ്ഞ ഒരു വെക്ടർ കിട്ടും. അതിൻ്റെ ഐയുടെ കൊഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കൊഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് ഇസഡിൻ്റെ കൊഫിഷ്യൻ്റ് സ്ക്വയർ. പക്ഷേ നമുക്കിവിടെ എല്ലാം തുല്യമായതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ വില ഇത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം a2 മൈനസ് a1 കണ്ടുപിടിക്കണം. a2 മൈനസ് a1 കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? b1 ക്രോസ് b2 കണ്ടുപിടിക്കണം. എന്താണ് a2ഉം a1ഉം? എന്താണ് b1ഉം b2? a2 a1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പോയിൻറ്റ്സ് ആണ്. b1 b2 എന്താണ്? അത് ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ എന്താണ്? നമുക്ക് എഴുതാം a2 എന്ന് പറയുന്നത് x1 x2 x3 z3 x1 y1 z. അതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഒന്ന് തിരിച്ച് എഴുതാം. എന്താണ്? x-1/2 ഈസ് ഈക്വൽ ടു y-2/3 ഈസ് ഈക്വൽ ടു z-1/4 ആൻഡ് x+2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം അല്ല. x+2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. x-2/7 ഈസ് ഈക്വൽ ടു y-2 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു z+1 സ്റ്റാൻഡേർഡ് ഫോം അല്ല, z-1/2. അപ്പോൾ ഇവിടെ a1 ഏതാണ്? -1 മൈനസ്. അപ്പോൾ എന്താണ്? a2 മൈനസ് a1 ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. a2 മൈനസ് a1 -2 മൈനസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആയി. 2 - 2 0 ആയിപ്പോയി. ഇവിടെ എന്താണ്? -1 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2k. ഇതാണ് a2 മൈനസ് a1. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? b1 ക്രോസ് b2. b1 ക്രോസ് b2 കണ്ടുപിടിക്കാൻ i j k എന്താണ്? 2 3 4. b1 എന്താണ്? 2 3 4. b2 എന്താണ്? 7 8 2. 7 8 2. then i into 6 മൈനസ് 32 മൈനസ് j ഇൻറ്റു 4 മൈനസ് 7 4 28 പ്ലസ് k ഇൻറ്റു 16 മൈനസ് 20. ഇത്രയാണ് k ഉള്ളത് അല്ലേ. ദെൻ 6 മൈനസ് 32 എത്രയാണ്? 32 6 പോയാൽ 26. അപ്പോൾ എത്രയായിട്ട്? 26 മൈനസ് 4 മൈനസ് 26 സോറി -26 4 -28 പോകുമ്പോൾ എത്രയായിട്ട്? -24 -24 മൈനസ് ആകുമ്പോൾ പ്ലസ് 24j മൈനസ് 16 21 പോകുമ്പോൾ എത്രയാണ്? -5k. അപ്പോൾ നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എന്താണ്? a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഈസ് ഈക്വൽ ടു
എത്ര കിട്ടി? A2 മൈനസ് A1 എത്രയാണ്? -3i -2k ഡോട്ട് B1 ക്രോസ് എത്രയാണ്? -26i + 24j -5k. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് 26 ഗുണം 3 എത്രയാണ്? 6 18 78. ദാറ്റ് ഈസ് ഈക്വൽ ടു 78. ജെ ഇല്ലാത്തതുകൊണ്ട് ജെ പോയി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 5 ഇൻറ്റു 2 ടേക്ക് 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 88 ഉണ്ടോ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയിട്ട്? എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പ്രോബ്ലം വലിയ പ്രോബ്ലമാണ്. ഇതിൽ 26ൻ്റെ സ്ക്വയർ 24ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ സമയം കുറവായതുകൊണ്ട് NDA പരീക്ഷയായതുകൊണ്ട് അല്ലെങ്കിൽ JEE പരീക്ഷ ആയതുകൊണ്ട് അവരൊരു സൗകര്യം ചെയ്തു തന്നാണ് ഡിനോമിനേറ്ററിലെ ഈക്വലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂമറേറ്റർ കിട്ടി. ആൻസർ ഏതാണ്? എ ഈസ് ദ റൈറ്റ് ആൻസർ. താങ്ക് യു വൺ ആൻഡ് ഓൾ.